ഒരു യുവജന പ്രതിപക്ഷ സംഘടന എന്ന നിലയിൽ നമുക്ക് സർക്കാരിനോട് ചോദ്യം ചോദിക്കലാണ് എളുപ്പം. ഞങ്ങൾ ആ എളുപ്പത്തിന് വേണ്ടിയിട്ടല്ല നിന്നത്. അത് സർക്കാരിനെ സഹായിക്കുക എന്നതിനപ്പുറം ആ നാട്ടിലെ മനുഷ്യന്മാരുടെ പ്രയാസം കണ്ടിട്ടെടുത്തൊരു തീരുമാനമാണ്. ഇപ്പോൾ അവിടെ ഇപ്പോൾ ഇവിടെ മീഡിയ വണ്ണിൻ്റെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. ഒരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹത്തിന് വെച്ചിരുന്ന പണം നഷ്ടമായി. അയാളിങ്ങനെ കരഞ്ഞുകൊണ്ടുള്ളൊരു ഒരു ഒരു റിപ്പോർട്ട് കൊടുത്തു. അപ്പം മീഡിയ വണ്ണിൻ്റെ ആ റിപ്പോർട്ടർ എന്നോട് സംസാരിച്ചു. എന്നോട് ചോദിച്ചു എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ അപ്പം തന്നെ നമ്മുടെ കയ്യിൽ പണം ഇരുന്നിട്ടല്ല, അപ്പം തന്നെ കമ്മിറ്റ് ചെയ്തു, നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞു. എൻ്റെ സഹപ്രവർത്തകരോട് സംസാരിച്ചു. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് ആ പണം അവർക്ക് കൈമാറി. അതുപോലെ തന്നെയാണ് മറ്റൊരു മാധ്യമ സ്ഥാപനം. ആ മാധ്യമ സ്ഥാപനം അവിടുത്തെ നിയാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ജീപ്പ് നഷ്ടമായി. അപ്പോൾ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ആവർത്തിക്കുന്നൊരു കാര്യമാണ്. ആ പ്രദേശത്തെ ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? അവർക്ക് വരുമാനമില്ല എന്നുള്ളതാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് ഉണ്ടായിരുന്നു വാഹനങ്ങളായിരുന്നു. ആ വാഹനങ്ങൾ എത്ര എണ്ണം നഷ്ടമായി? ഈ സർക്കാർ ആർക്കെങ്കിലും വാഹനം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്? അപ്പോൾ അന്നൊരു റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് വന്ന ഉടനെ തന്നെ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിരുന്ന് ആലോചിച്ചു. ഉടൻ തന്നെ ഞങ്ങൾ ഒരു ജീപ്പ് ആ ചെറുപ്പക്കാരന് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇടുക്കിയിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങിയത്. ഇടുക്കിയിൽ നിന്ന് വാങ്ങിയിട്ട് ആ ചെറുപ്പക്കാരന് ജീപ്പ് കൊടുത്തു. അങ്ങനെ എത്ര സഹായങ്ങൾ ഓരോരുത്തരും ആവശ്യപ്പെട്ടെല്ലാം ചെയ്തു. 50 വീടുകൾ ഞങ്ങൾ താൽക്കാലിക വീടുകൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വീടുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫർണിച്ചറുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു സർക്കാരിനോടൊപ്പം ഒരു ദുരന്ത സമയത്ത് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. അതുകൂടാതെയാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള 30 വീടുകൾ എന്ന് പറയുന്ന പദ്ധതി. ആ 30 വീടുകൾ പ്രഖ്യാപിക്കുമ്പോഴും ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് അത് പൂർത്തീകരിക്കുവാൻ കഴിയും. അപ്പോൾ വയനാട്ടിൽ സർക്കാർ അടക്കം നേരിട്ട പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്താണ്? ഭൂമിയുമായി ബന്ധപ്പെട്ടാണ്. ഞങ്ങൾക്കാണ് ആദ്യം ഭൂമി കിട്ടിയത്. ഞങ്ങൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് ഇതിൻ്റെ ഗുണഭോക്താക്കളാകേണ്ടുന്ന ആളുകൾക്ക് ആ ഭൂമി കുറച്ച് അകലമാണ് എന്നുള്ളൊരു കൺസേൺ പറഞ്ഞത്. അപ്പോൾ അനുയോജ്യമായ ഭൂമി KPCC കണ്ടെത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ അവിടത്തേക്ക് ഞങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ പോവുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസും നിർമ്മിക്കുന്ന വീടുകളെ പറ്റിയിട്ട് വിവാദം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ സർക്കാരിൻ്റെ വീഴ്ചകളെ മറക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന ഒരു ചിത്രം, ഒരു മാതൃകാ ഭവനത്തിൻ്റെ 1-ാം വർഷമാകുമ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ മാതൃകാ ഭവനം പൂർത്തീകരിച്ചു എന്നുള്ളതാണ് സർക്കാരിൻ്റെ വെയ്പ്പ്. ആ വീടിൻ്റെ ചിത്രം നിങ്ങളെടുത്തൊന്ന് പരിശോധിക്കണം. അത് ഇന്നത്തെ ദിവസം ഒരാൾക്ക് താമസിക്കാൻ പറ്റുന്ന വീടാണ്. നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? എന്നോട് ചോദ്യം ചോദിച്ച ബഹുമാനായ മാധ്യമപ്രവർത്തകർ അങ്ങേക്ക് അഭിപ്രായമുണ്ടോ? ഉണ്ടോ? ഇല്ല. അതാണ് അവസ്ഥ. അതായത് സർക്കാരിന് 770 കോടി രൂപ കിട്ടിയിട്ട് സർക്കാരിന് ഒരു മാതൃകാ ഭവനത്തിൻ്റെ നിർമ്മാണം പോലും പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യം അവിടെയുണ്ട്. ആരെങ്കിലും സർക്കാർ സഹായിച്ചോ? ജീവിത ഉപാധിയുമായി ബന്ധപ്പെട്ട് ഒരാൾക്ക് സർക്കാർ ഒരു ജീപ്പോ ഓട്ടോയോ വാങ്ങിക്കൊടുത്തു. അവിടുത്തെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗ്ഗം അതല്ലേ. അപ്പോൾ സർക്കാർ എന്താ പറയുന്നത്? പിന്നെ ഇത് പറയുമ്പോൾ ഇതിനെ വിചാരണ ചെയ്യുന്ന ഇടതുപക്ഷ നേതാക്കന്മാർ എന്താണ് പറയാൻ പോകുന്നത്? അങ്ങനൊരു നിയമമുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഉഴവൂർ വിജയൻ്റെ കുടുംബത്തെ സഹായിക്കുവാൻ നിയമം ഉണ്ടായിരുന്നു. ശ്രീ KK രാമചന്ദ്രൻ മാഷ്ടെ കുടുംബത്തെ സഹായിക്കുവാൻ നിയമം ഉണ്ടായിരുന്നു. അപ്പോൾ ആ രണ്ടിടത്തും ഇല്ലാത്ത നിയമത്തെ, അതിൻ്റെ സാധ്യതകളെ, അതിൻ്റെ നൂലാമാലകളെ അതിജീവിച്ചിട്ട് സംസ്ഥാന സർക്കാരിന് അവരെ സഹായിക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ടാണ് പ്രകൃതി നാശം വിതച്ച മനുഷ്യന്മാരെ ചേർത്ത് പിടിക്കാൻ കഴിയാത്തത്? അതിനേക്കാൾ വലിയ ദുരന്തമായി സർക്കാർ അവിടെ പെയ്തിറങ്ങി. ഇന്ന് 402 ആളുകളെ ദുരിതബാധിതരെ വിളിച്ചുകൊണ്ട് നമ്മൾ സർവേ നടത്തിയിരുന്നു. മലയാള സർവേ നടത്തിയിരുന്നു. അതിൽ അവർ പറഞ്ഞത് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ അവർക്ക് തൃപ്തിയുണ്ട്. പക്ഷേ ഈ വീടിന്റെ കാര്യത്തിലാണ് അവരുടെ പ്രധാന ഇഷ്യൂ. സർക്കാരിന്റെ പ്രവർത്തനം ദിവസേന ഉള്ള മാനദണ്ഡം എനിക്കറിയില്ല. എങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ. അവിടെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം അനുഭവിച്ച മനുഷ്യന്മാർ, ആ മനുഷ്യന്മാരുടെ ഒരു പ്രതിഷേധവും അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിലുള്ള സമരമുണ്ട്. അത് വേറെ, അത് വിട്ടേരെ. ഞാൻ ചോദിക്കുന്നത്, ആ മനുഷ്യന്മാർ അപ്പോൾ അവർ ഈ സർവേയിൽ പങ്കെടുത്തിട്ടില്ലേ? എന്തുകൊണ്ടാണ് ദുരന്തം അനുഭവിക്കുന്ന മനുഷ്യന്മാർക്ക് സർക്കാരിനെതിരെ സമരം ചെയ്യേണ്ടി വരുന്നുണ്ടായിരിക്കും? അതിനല്ലേ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾ പിരിച്ച പൈസ, ആ പൈസ എന്ത് ചെയ്തു? അതിനൊരു സുതാര്യത വേണ്ടേ? അതിനകത്ത് സുതാര്യതയുടെ കുറവിനെ പറ്റി അങ്ങേക്ക് എന്തെങ്കിലും ആശങ്കയുണ്ട് എങ്കിൽ ഞാനും അങ്ങയും കൂടി ഇരിക്കുന്ന രീതിയിൽ അങ്ങേ ബോധ്യപ്പെടുത്തുവാൻ അടച്ചിട്ടില്ല എന്നുള്ളതിന്റെ ഇന്ന മണ്ഡലം അടച്ചിട്ടില്ല എന്നുള്ളതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള തെളിവ് അങ്ങ് പറയും. ഏത് മണ്ഡലമാണ് പറയും? അങ്ങ് പറയും. പലത് പറയുന്നത് ജനറലൈസ് ചെയ്യാൻ അങ്ങ് പറയും. ദേവികുളം മണ്ഡലം കൃത്യമായിട്ട് അടച്ചിട്ടുണ്ട്. അവർക്ക് സമാഹരിച്ച പൈസ അവർ അടച്ചിട്ടുണ്ട്. ഇനി അടുത്ത മണ്ഡലം പറയും. ദേവികുളം മണ്ഡലം അടച്ച ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇടതുപക്ഷക്കാർ ബോധപൂർവമായിട്ട് ഇതിനകത്തൊരു അവ്യക്തത വരുത്താൻ ശ്രമിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അങ്ങ് പറയും ദേവികുളം മണ്ഡലം, ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അധിക്കുന്നു, ദേവികുളം മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട് പരാതി അധിക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ പണത്തിന്റെ
എന്ത് രേഖയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? അല്ല അത് നിങ്ങളെ അല്ല അപ്പൊ അങ്ങ് പറയുന്നത് സുതാര്യതയില്ലായ്മ എന്ന് പറയും. ചോദ്യം ചോദിക്കാം. അങ്ങ് സുതാര്യതയില്ലായ്മ എന്ന് പറയുമ്പോൾ അങ്ങയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ സുതാര്യതയില്ലായ്മയെ പറ്റി പുറത്ത് നിൽക്കുന്ന ആളുകൾ എന്തെങ്കിലും ഞാൻ ചോദിക്കുന്നത് വ്യക്തമായ കണക്ക്. ഞാൻ ഇതുപോലൊരു മാധ്യമ സമ്മേളനം നടത്തുമ്പോഴാണ് മുഴുവൻ മാധ്യമ പ്രവർത്തകരോടും പറഞ്ഞത് ഇതാണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. അങ്ങ് മാതൃഭൂമിയുടെ റിപ്പോർട്ടറല്ലേ? പത്തനംതിട്ട ജില്ലയിലെ മാതൃഭൂമിയുടെ റിപ്പോർട്ടാണ് ആ കണക്ക് വെരിഫൈ ചെയ്ത്. അദ്ദേഹത്തോട് തന്നെ ചോദിച്ചാൽ ഓരോ അസംബ്ലി കമ്മിറ്റികളും ഓരോ എത്ര രൂപ വീതം അടച്ചു എന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തത്. ഇന്നെതിരാണ് വീണ്ടും ഇതേക്കുറിച്ച് തർക്കം പരസ്യമായി പറഞ്ഞ ഒരാളുടെ പേര് പറയും. അപ്പൊ അത് രഹസ്യം. സഹോദരൻ പറയട്ടെ, അല്ല പ്രിയപ്പെട്ട സുഹൃത്തൊന്ന് പറയട്ടെ, അങ്ങയുടെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? പലരും പരസ്യമായി രഹസ്യമായി പറഞ്ഞു. പരസ്യമായി പറഞ്ഞതാണെങ്കിൽ അത് പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ്. ശരി, അങ്ങയോട് രഹസ്യമായി പറഞ്ഞു, അതാണല്ലോ അതിന്റെ സ്റ്റേറ്റ്മെന്റ്. ഇനി അതിനെപ്പറ്റി ഞാൻ പറയാം. സംഘടനയ്ക്കകത്ത് ഇപ്പൊ എടുത്ത നടപടികളെ പറ്റിയിട്ടാണല്ലോ അങ്ങ് ചോദിക്കുന്നത്. സംഘടനയ്ക്കകത്ത് എടുത്ത നടപടികൾ എന്താണ്? എന്ത് നടപടികളാണ് സംഘടനയ്ക്കകത്ത് എടുത്തത്? പണം സമാഹരിക്കാൻ കഴിയാത്ത കമ്മിറ്റികൾ പണം പിരിച്ചു വെട്ടിച്ചു എന്നുള്ളതല്ല സംഘടനയ്ക്കകത്തുള്ള ആരോപണം. സംഘടനയ്ക്കകത്തുള്ള പ്രശ്നം എന്താണ്? അതായത് ഓരോ അസംബ്ലി കമ്മിറ്റിക്കും മണ്ഡലം കമ്മിറ്റിക്കും കൊടുത്ത ടാർഗറ്റുകൾ അത് ഫുൾഫില്ല് ചെയ്യാൻ പറ്റാത്ത ചില കമ്മിറ്റികളുണ്ട്. അത്തരം കമ്മിറ്റികൾ ഇടുക്കിയിലുമുണ്ട്. അവർക്ക് കൊടുത്ത ടാർഗറ്റ്, അവർക്ക് നിശ്ചയിച്ചിരുന്ന ടാർഗറ്റ് പൂർത്തീകരിക്കാൻ കഴിയാതെ പോയ കമ്മിറ്റികളുണ്ട്. അത് ഏതെങ്കിലും തരത്തിലുള്ള സുതാര്യതയില്ലായ്മയോ വെട്ടിപ്പോ അല്ല, അതവർക്ക് സമാഹരിക്കാൻ കഴിയാഞ്ഞതാണ്. അതൊരു സംഘടനാപരമായ വീഴ്ച എന്ന നിലയിലാണ് നമ്മൾ നടപടി. സംഘടനയ്ക്കുള്ളിൽ തന്നെയാണ് ഇത്തരം അഭിപ്രായങ്ങൾ പുറത്തു വന്നത്. ഞാൻ പറഞ്ഞത് ഇപ്പം പരസ്യമായി പറഞ്ഞു വെച്ചാൽ നമ്മൾ ഓരോരുത്തരും എണ്ണി പറയാൻ പറ്റില്ലല്ലോ. സ്വാഭാവികമായുള്ള ചോദ്യമാണ് അങ്ങനെ. സംഘടനയ്ക്കകത്ത് അങ്ങനെ കൺഫ്യൂഷൻ ഇല്ല. കാരണം സംഘടനയ്ക്കകത്ത് നിൽക്കുന്ന ആളുകൾക്കല്ലേ, ഇപ്പൊ ഞങ്ങൾ എല്ലാവരും നിൽക്കുകയല്ലേ, ഞങ്ങളൊക്കെയാണല്ലോ ഈ സംഘടനയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകൾ. സംഘടനയ്ക്കകത്ത് ആർക്കും അത്തരത്തിലുള്ള ക്ലാരിറ്റിയുടെ കുറവില്ല. കാരണം ഇതെല്ലാം അക്കൗണ്ടഡാണ്. പണം അക്കൗണ്ടഡാണ്. ആ അക്കൗണ്ടഡ് ആയിട്ടുള്ള പണത്തിൽ നിന്ന് എങ്ങനെയൊക്കെ വരവ് വരുന്നു, എങ്ങനെയൊക്കെ ചെലവ് വരുന്നു എന്ന് ബോധ്യപ്പെടാൻ സംഘടനയ്ക്കകത്ത് മാർഗങ്ങളുണ്ട്. ഇനി സംഘടനയ്ക്ക് പുറത്ത് മാർഗങ്ങളില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അതിന്റെ സ്റ്റേറ്റ്മെന്റുകൾ മുഴുവൻ തന്നത്. നിങ്ങൾക്കത് പരിശോധിക്കാം. നിങ്ങൾക്കത് പരിശോധിച്ചതിന് ശേഷം ഇന്ന അസംബ്ലിയിൽ നിന്ന് ഈ പണം കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞ് ഞാൻ അന്നേരം മറുപടി പറയാം. എല്ലാ ഘടകങ്ങളും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ പറയുന്ന എല്ലാ ഘടകങ്ങളോടും ബോധ്യപ്പെടുത്താൻ അവരെന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു ഘടകം കൊണ്ടൊരു ചോദ്യം ചോദിച്ചിട്ടില്ല. പിന്നെ സംസ്ഥാന കമ്മിറ്റിക്ക് ഇത് ബോധ്യമുണ്ട്. സംസ്ഥാന കമ്മിറ്റി ആണല്ലോ ഇതിന്റെ ഈ ഫണ്ട് മുഴുവൻ വന്നു ചേരുന്ന കേന്ദ്ര സംസ്ഥാന കമ്മിറ്റിയാണല്ലോ. സംസ്ഥാന കമ്മിറ്റിക്ക് ഇതിനെപ്പറ്റി ബോധ്യമുണ്ട്. വേറെ ഏതെങ്കിലും ഒരു ഘടകം നമ്മളോട് ചോദ്യം ചോദിച്ചിട്ടില്ല. ചോദ്യം ചോദിക്കുമ്പോഴേ നമ്മൾ മറുപടി പറയും. ഇത് നമ്മൾ ഈ മാസം തന്നെ രാഹുൽ ഗാന്ധിയുടെ ഡേറ്റിൽ അദ്ദേഹം തറക്കല്ലിടൽ നടത്തും. അതിനുശേഷം KPCC-യുമായിട്ട് ചേർന്ന് നമ്മൾ നിർമ്മാണമായിട്ട് മുന്നോട്ട്. നിങ്ങൾ ഇത്രയും ചോദ്യങ്ങൾ അങ്ങ് എന്നോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ആൻസറബിൾ ആണ്. എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ആൻസറബിൾ ആണ്. കാരണം ഞാൻ പിന്നെ ഒരു യുവജന സംഘടനയുടെ, പ്രതിപക്ഷ യുവജന സംഘടനയുടെ അധ്യക്ഷനാണ്. എന്നേക്കാൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള, അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരാളുണ്ട്, കേരളത്തിന്റെ മുഖ്യമന്ത്രി. അദ്ദേഹത്തോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കണ്ടില്ല. ഉറപ്പായിട്ടും മുഖ്യമന്ത്രി അവിടെ ചെയ്ത കാര്യങ്ങളെ കുറിച്ചോ ഉറപ്പായി ചോദിക്കണം. കാരണം 770 അല്ല, ഞാൻ പറഞ്ഞ വസ്തുനിഷ്ഠമായ വിലയിരുത്തലല്ല. 770 കോടി രൂപ കയ്യിൽ വന്നിട്ട് എന്ത് ചെയ്തു എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്. ഇത്രയൊന്നും പ്രയാസം ഉണ്ടാവില്ലായിരുന്നു. ആ 770 കോടി രൂപ ഈ ദുരിതം അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്ക് ഓരോ കോടി രൂപ വെച്ച് കൊടുത്തിരുന്നെങ്കിൽ പിന്നെ സർക്കാരിന്റെ കയ്യിൽ പണം മിച്ചമായതിനെ അവർ സ്വന്തമായിട്ട് വീടും വെച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്. കാരണം അത്ര പണം സമാഹരിക്കപ്പെട്ടിരുന്നു അല്ലേ? ശരി.